ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ താൽക്കാലിക പുനരധിവാസത്തിൽ ആശങ്ക തുടരുകയാണ്. സർക്കാർ വാടക വീടുകൾ കണ്ടെത്തിയെങ്കിലും പലർക്കും ദൂരപരിധി കാരണം ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ഇതുവരെ 398 ആളുകൾ സ്വന്തമായി വാടക വീടുകൾ കണ്ടെത്തിയും ബന്ധുവീടുകളിലേക്കുമായി താമസം മാറ്റി. പഞ്ചായത്ത് അംഗങ്ങളുടെ സഹായത്തോടെ മേപ്പാടി, വൈത്തിരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ വീടുകൾ കണ്ടെത്താൻ കഴിയുമോ എന്ന പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. അതേസമയം വീടിന്റെ വാടക എത്രനാൾ സർക്കാർ കൊടുക്കുമെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന നിലപാടിലാണ് ക്യാമ്പുകളിൽ കഴിയുന്നവർ. നമുക്കൊപ്പം ദീപക് മലയമ്മ ചേരുന്നുണ്ട് ചൂരൽമലയിൽ നിന്നും. ദീപക് മലയമ്മ, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ ക്യാമ്പിലുള്ള മനുഷ്യരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ഒരു വലിയ ആശങ്ക, വെരി ഗുഡ് മോർണിംഗ്, പുത്തുമല പോലെ ആയി തീരുമോ ഈ വാടക പരിപാടി എന്നുള്ളതാണ്. കാരണം പുത്തുമലയിൽ 3-4 മാസം സർക്കാർ വാടക കൊടുത്തിട്ട് പിന്നീട് വാടക കൊടുക്കാതായി. വാടകയ്ക്ക് ഇവരെ താമസിപ്പിച്ചവരും ഇവരും തമ്മിൽ പിന്നീട് തർക്കമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്നൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദീപക് അന്ന് നമ്മളോട് ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞത് 1 വർഷത്തെ വാടക പൈസ മുഴുവൻ ഒരുമിച്ച് കൊടുക്കണം എന്നുള്ളതാണ്. ശരിക്കും അതൊരു ന്യായമായ ആവശ്യമാണല്ലേ ദീപക്? അരുൺ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം എത്ര നാൾ ഈ പൈസ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ലല്ലോ. പണം കൊടുക്കാം, 6000 രൂപ വെച്ച് വാടക കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ സാധിച്ചിട്ടില്ല. ഈ ഭയം ജനിക്കുന്നത് എവിടെയാണ്? മുൻപൊരു മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ മാതൃക പക്ഷേ നല്ലതായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായി ക്യാമ്പുകളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നവർക്ക് അവർക്ക് വലിയ തരത്തിലുള്ള ആശങ്ക ജനിക്കുന്നത്. ഇപ്പോൾ 398 ആളുകൾ ഇതിനോടകം തന്നെ സ്വന്തമായി ബന്ധുവീടുകളിലേക്കോ അല്ലെങ്കിൽ സ്വന്തമായി വാടക വീടുകൾ കണ്ടെത്തി അവിടേക്കോ മാറിയിട്ടുണ്ട്. പക്ഷേ അവർക്കുമുള്ള ആശങ്കയായി നിലനിൽക്കുന്നത് എങ്ങനെ ഈ വാടക എത്ര നാളത്തേക്ക് കൊടുക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ബിഗ് സീറോ എന്നുള്ള നിലയിലാണ് ഇവിടെയുള്ള മനുഷ്യരുള്ളത്. ഞാൻ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. നമ്മൾ ഇവിടേക്ക് വരാനുള്ള കാരണം എന്താണ്? ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളതെന്ന് അറിയാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടേക്ക് എത്തിയപ്പോഴാണ് ക്യാമ്പിലുള്ള സോബിൻ, ലത്തീഫ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ നമ്മളെ ഇവിടുന്ന് കാണുന്നത്. നമ്മൾ ഇന്നലെ ഈ വാർത്ത കൊടുക്കുന്ന ഘട്ടത്തിൽ ഞാൻ കൃത്യമായി അന്വേഷിച്ചിരുന്നു വാടക വീടുകളുടെയൊക്കെ അലോട്ട്മെന്റ് പൂർണ്ണമായിട്ടുണ്ടോ, എങ്ങനെയാണ് ക്യാമ്പിലേക്ക് ഉള്ള ആളുകൾക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്. സോബിനൊക്കെ ചേരുന്നു. സോബിൻ ഇവിടെ മുണ്ടക്കൈയാണ് അല്ലേ? ഇവിടെ മുണ്ടക്കൈ രാട്ടപ്പാടി, നമ്മൾ എൻ്റെ കോട്ടേഴ്സ് രാട്ടപ്പാടിയാണ്. നമ്മുടെ സ്വന്തം വീട് മുണ്ടക്കൈ പുഞ്ചിരി മണ്ഡലം. ലയാണോ? ലയാണ്. എസ്റ്റേറ്റ് ആരിസൻസ് മലയാളം ലിമിറ്റഡിന്റെ കോട്ടേഴ്സാണ് നമ്മൾ താമസിക്കുന്നത്. സ്വന്തം വീട് മുണ്ടക്കൈയിലാണ്. മുണ്ടക്കൈ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടതാണ്. ഇപ്പം നമ്മൾ വാസയോഗ്യമാണെന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോകാൻ തയ്യാറാണ്. പക്ഷെ കുടിവെള്ളത്തിനൊരു മാതൃകയില്ല അവിടെ. ഒരു കാരണവശാലും കുടിവെള്ളം നമുക്ക് കിട്ടുന്നില്ല അവിടെ. കുടിവെള്ളം കിട്ടുകയാണെങ്കിൽ നമ്മൾ പോകാൻ തയ്യാറാണ്. ഇപ്പോൾ ക്യാമ്പിൽ നിന്ന് ഇറക്കി വിട്ടില്ല. ഇപ്പോൾ കുട്ടികളെ പഠിത്തം നമ്മൾ നോക്കേണ്ട, അടുത്ത ഘട്ടത്തിൽ പഠിത്തം നോക്കേണ്ട ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ക്യാമ്പിൽ നിന്ന് ഇറക്കി വിട്ട് നമ്മൾ എങ്ങോട്ട് പോകും? ഇതിലിപ്പം നിങ്ങളുടെ ലയങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് പകരം ഒരു വാടക വീടോ അല്ലെങ്കിൽ ലയം സുരക്ഷിതമാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? സുരക്ഷിതമാണെങ്കിൽ നമ്മൾ പോകാൻ തയ്യാറാണ്. പക്ഷേ ഇവിടെ വന്ന് ഭൂമി പരിശോധിക്കുന്ന ഒരാൾ വന്ന് പറഞ്ഞു ഇവിടെ സുരക്ഷിതമല്ല. ഒരു 35 മീറ്റർ കണക്കെല്ലാം പറഞ്ഞില്ല. നമുക്ക് ഒരു പിടി കിട്ടുന്നില്ല. ഞാനിപ്പോൾ റെസ്ക്യൂവിന് ഓടുന്നുണ്ട്, ജീപ്പായിട്ട് പോകുന്നത്, നമുക്ക് ഇതിൽ ചിന്തിക്കാനുള്ള സമയം കിട്ടിയില്ല. അവർ വാസയോഗ്യം അല്ല പറഞ്ഞാൽ നമ്മൾ മാറിക്കൊടുക്കുക തന്നെ വേണം. സർക്കാരിൻ്റെ എന്താണ് നിയമം നമ്മളത് പാലിച്ചേ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് വാടക വീടുകൾ ഏതെങ്കിലും ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് സർക്കാരിൽ ആരെങ്കിലും ബന്ധപ്പെട്ടോ ഈ സമയം? ഇല്ല, എന്നെ ഇതുവരെ ബന്ധപ്പെട്ടില്ല, അച്ഛനെയും ബന്ധപ്പെട്ടില്ല, നമ്മളെ കുടുംബത്തിന് ആരും ബന്ധപ്പെട്ടില്ല. ഞങ്ങൾ 6 പേരാണ് കുടുംബത്തിലുള്ളത്. ഞങ്ങളിപ്പോൾ ഒരു അരപ്പറ്റ ഭാഗത്ത് ഒരു വീട് നോക്കി, ഒരു വാടക വീട് കോട്ടേഴ്സ് നോക്കി, വേറെ വ്യക്തിയുടെ കയ്യിലെ കോട്ടേഴ്സ് എസ്റ്റേറ്റ് ഇതേപോലെ ആരിസൻസ് മലയാളത്തിൻ്റെ ഒരു കോട്ടേഴ്സ് നോക്കിയിട്ട് അവിടെ നമ്മളിപ്പോൾ പോയിട്ടുള്ളത്. ഒരു വീട്ടിലിപ്പോൾ 6 പേര് നിൽക്കുന്നുണ്ട്. നമുക്ക് അടുത്തൊരു വീടും കൂടി കിട്ടണം. അവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. 5 മണിക്ക് വെള്ളം വന്നാൽ 5:45, 6 മണി വെള്ളം സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത്രയും പേർക്കുള്ള കഴിയാനുള്ള അവിടെ സൗകര്യം വളരെ കുറവാണ്. ആരും നിർദ്ദേശം നമുക്ക് തന്നിട്ടില്ല. വാടക വീട് വാങ്ങിത്തരാമെന്നോ, ലയത്തിലുള്ളവർക്ക് വീട് നമുക്ക് കോട്ടേഴ്സിന് വാടക തരാമെന്നോ അങ്ങനൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മളത് അതൊരു പ്രതിസന്ധിയായി നിൽക്കേണ്ട ആശങ്ക മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും. എൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഈ 5 പാടിയിൽ അന്ന് രാത്രി ഉരുൾപൊട്ട സംബന്ധിച്ച് ഞങ്ങൾ 5 ജീപ്പ് ഡ്രൈവർമാരാണത്. ഒന്ന് ഞാൻ, സോബിൻ, ഒന്ന് നമ്മളെ സലീം എന്ന് പറയും, പിന്നെ രാജേഷ്, ശൈലേഷ്, ബൈജു. ഇവരാണ് നമ്മൾ 5 പേരാണ് നമ്മൾ ആ കാണുന്ന കോട്ടേഴ്സിലേക്കാണ് എല്ലാവരും കൊണ്ടുപോയി പാർപ്പിച്ചത് ആരിസൻസ് മലയാളം ലിമിറ്റിൽ. അപ്പോൾ ഇവരെ നമ്മൾ ആരും ഉൾക്കൊള്ളുന്നില്ല. ലയത്തിൽ താമസിക്കുന്നവർ ലയത്തിൽ താമസിച്ചോട്ടെ, കുഴപ്പമില്ല, വാസയോഗ്യമാണ് പോയിക്കോട്ടെ എന്നാണ്. കുടിവെള്ളമല്ല ഞങ്ങളുടെ സാറേ പോവുക. അരുൺ, സോബിൻ ഉന്നയിക്കുന്നത് കാര്യം വളരെ പ്രസക്തമാണ്. എനിക്കിപ്പം ലത്തീഫ് ഭായ് ഉണ്ട്. ലത്തീഫ് ഭായ് ഇവിടെ തൊട്ടടുത്ത് മാട്ടക്കുന്ന്, അതായത് നമ്മൾ ചൂരൽമലയ്ക്ക് എത്തുന്നതിന്റെ തൊട്ട് മറുവശത്താണ് അദ്ദേഹം താമസിക്കുന്നത്. ലത്തീഫ് ഭായ്, നിങ്ങളുടെ വീടിന് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ ഇപ്പം ക്യാമ്പിലാണോ ഉള്ളത്? ക്യാമ്പിലാണ്. അവിടേക്ക് മാറി താമസിക്കാവുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടോ എന്ന് പറയുന്നുണ്ട്? വാസയോഗ്യമാണ് എന്ന് ഇവർ പറഞ്ഞാൽ നമ്മൾ വന്ന് താമസിക്കും. രാവിലെ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. ക്യാമ്പിലിപ്പോൾ ഒരു 280 വീടിന്റെ ഫോൺ നമ്പറും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് പറ്റുകയാണെങ്കിൽ അങ്ങോട്ട് മാറാം, അല്ലെങ്കിൽ ഇവിടെ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറാം.
അരുൺ, ഇതിൽ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഈ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾക്ക് പല വിധത്തിൽ ക്വാർട്ടേഴ്സുകളും വാടക വീടുകളും കണ്ടെത്തിയ സാഹചര്യമുണ്ട്. പക്ഷേ ദൂരപരിധി പോലും അവർക്ക് പ്രതിസന്ധിയാകുന്നു എന്നുള്ളതാണ്. ഇവിടെയുള്ള ആളുകൾ മേപ്പാടി, മുപ്പൈനാട്, ഒപ്പം കൽപ്പറ്റയൊക്കെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഉപജീവനം കണ്ടെത്തിയൊക്കെ ജീവിക്കുന്ന ആളുകൾ കൂടിയാണ്. അവർക്ക് ഈ മാനന്തവാടിയോ അല്ലെങ്കിൽ പുൽപ്പള്ളിയോ ഒക്കെ വീടുകൾ ലഭിച്ചാൽ എങ്ങനെ പോകാൻ കഴിയുമെന്നുള്ള ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ കാര്യത്തിലൊക്കെ തന്നെ അടിയന്തരമായ ഒരു ഇടപെടൽ കൂടി നടത്തി, ഒരു സ്ക്രൂട്ടിനി കൂടി നടത്തിയിട്ട് വേണം അവരെ പുനരധിവസിപ്പിക്കാൻ എന്നുള്ള ആവശ്യവും കൂടിയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, ദീപക് ഇപ്പോൾ അവിടെ മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ചൂരൽമലയിൽ മഴ പെയ്യുമ്പോൾ ഇപ്പോൾ വല്ലാത്തൊരു ആധിയാണ്. പണ്ടാണെങ്കിൽ ചൂരൽമലയിൽ മഴ പെയ്യുന്നത് കാണാൻ വേണ്ടി മാത്രം ആളുകൾ വണ്ടി പിടിച്ചു വരുമായിരുന്നു. അതെ, ഇപ്പം മഴയുണ്ട്. പക്ഷേ വലിയ മഴയല്ല, പൊതുവേ വയനാട്ടിൽ മഴ ഇന്നുണ്ട്. ഓക്കെ ദീപക് തുടരുക. അപ്പോൾ ദീപക് ഇപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിൽ നമ്മുടെ ബെയിലി ബ്രിഡ്ജിൻ്റെ ആ ഭാഗത്താണ് നിൽക്കുന്നത്. അവിടെ നിന്നും ദീപക് പുറത്തു കൊണ്ടുവരുന്നൊരു വാർത്ത ഈ വാടകത്തുകയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശങ്ക ഇപ്പോഴും അങ്ങോട്ട് ഒഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ചിലരെങ്കിലും ഇന്നലെ നമ്മളെ കണ്ടപ്പോൾ പറഞ്ഞത്, അവരൊക്കെ ചിലർ ചോദിക്കുന്ന, ഒരാളോട് ചോദിച്ചു അത്രേ 1 ലക്ഷം രൂപ വേണോ അത്രേ. ഒരു 3 മുറികളുള്ള ഒരു വീടിന് 1 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചോദിച്ചു, പിന്നെ 20,000 രൂപ മാസ വാടകയും വേണം. എന്നിട്ട് അവർ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഹോം സ്റ്റേക്ക് കൊടുത്ത് ഇതിനേക്കാൾ കൂടുതൽ കിട്ടും, നിങ്ങളായതുകൊണ്ട് ഇത്രയും തരാം. കയ്യിൽ 5 പൈസ എടുക്കാനില്ലാത്തിരിക്കുന്ന മനുഷ്യരോടാണ് 1 ലക്ഷം രൂപയൊക്കെ ചോദിക്കണമെങ്കിൽ അപാരമായിട്ടുള്ളൊരു മനോധൈര്യം വേണം. പക്ഷേ എന്തായാലും ആ വിഷയത്തിൽ DDMA ആക്ട് പ്രയോഗിക്കാൻ ഇപ്പോൾ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദുരന്ത നിവാരണ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുത്തി ഇത്തരം വീടുകൾ പിടിച്ചെടുത്ത് കൊടുക്കാൻ, ഒരു പക്ഷേ ഒരു വാടകയ്ക്ക് കൊടുക്കുന്ന വീടുകൾ 6,000 രൂപയിലേക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വീടുകൾ തിരഞ്ഞെടുത്ത് കൊടുക്കാൻ സർക്കാരിന് സാധിക്കും. ഇപ്പോൾ വീടുകളുടെ ഒരു വലിയ ലിസ്റ്റ് എല്ലാ ക്യാമ്പുകളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്, നമ്പർ സഹിതം. അപ്പോൾ അവിടെയുള്ളവർക്ക് ആ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാം, നിങ്ങളുടെ വീട് ഞങ്ങൾക്ക് വാടകയ്ക്ക് തരാം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ വീട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് മാറാം. ഇന്നലെ നമ്മൾ 10 ലക്ഷം രൂപയുടെ സാധന ഉപകരണങ്ങളാണ്, ആ കിച്ചണിലേക്കുള്ള ഉപകരണങ്ങളാണ് റിപ്പോർട്ടർ TV ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ആ ഉപകരണങ്ങളെ സംഭാവന ഇന്നലെ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിരിക്കുന്നത്. നമുക്ക്